സമാധാനം ഒരു പുഞ്ചിരിയിൽ തുടങ്ങുന്നുവെന്നാണ് മദർ തെരേസ പറയുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സമാധാനം ആഗ്രഹിച്ചിരിക്കാം. പറഞ്ഞതിലും 3/4 മണിക്കൂർ വൈകി എത്തിയ മുഖ്യമന്ത്രി ആദ്യം മൈക്ക് ചതിച്ചു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. സാധാരണഗതിയിൽ മൈക്ക് മാത്രമല്ല മൈക്കുകാരനെ വരെ എടുത്ത് ഉടുക്കുന്ന മുഖ്യമന്ത്രി ചുമ്മാ ചിരിച്ചു. അത് മൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം ചോദിച്ചപ്പോഴും അതേ ചിരി. എന്താ ഞാൻ പറയാ, അതിന് എന്താ പറയേണ്ടത്? അല്ല, ഇങ്ങള് പറ, ഞാൻ എന്താ പറയേണ്ടത്? ചിരിയുടെ ആക്രമണത്തിനെതിരെ ഒന്നും നിലനിൽക്കില്ലെന്ന മാർക്ക് ട്വെയിൻ പറഞ്ഞതോർത്താകണം തനിക്കെതിരെയുള്ള ചാട്ടുളി ചോദ്യങ്ങളോടും മുഖ്യമന്ത്രി ചിരിച്ചു. എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടെന്താ? ഞാൻ ഈ സ്വരത്തിലല്ലോ സംസാരിക്കേണ്ടത്. സാധാരണ നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചിരി ഒരു സാമൂഹിക പ്രതിഭാസമാണ്. ഒറ്റയ്ക്ക് ചിരിക്കുന്നതിനേക്കാൾ 30 മടങ്ങ് കൂടുതൽ നമ്മൾ ചിരിക്കുന്നത് ഒരു സംഘത്തോടൊപ്പം ഇരിക്കുമ്പോഴാണ്. പി ശശിയും PR ഏജൻസിയും ഒക്കെ ചോദ്യമായപ്പോഴും മാധ്യമപ്രവർത്തകർക്കൊപ്പം ഇരിക്കുന്നത് കൊണ്ടാകും CM ചിരിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോ പോണ്ടാലോ. എന്നാൽ പ്രതിപക്ഷ നേതാവിന് ഈ ചിരി അത്ര രസിച്ചില്ല. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 4-5 പ്രാവശ്യം പറഞ്ഞു. എന്നല്ല വേണ്ടത്, മറുപടി വേണം ചോദ്യങ്ങൾക്ക്. ഒരു കാര്യം പറയാൻ മറന്നു. കീഴടങ്ങളിന്റെയും പരിഭ്രമത്തിന്റെയും കൂടി ലക്ഷണമാണ് ചിരി. ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.